അവരൊക്കെ എവിടെ മോളെ? വരുന്നില്ലത്രേ, പിണക്കം വന്നു. ഓ, ഇതിലൊക്കെ എന്തിരിക്കുന്നു അമ്മ ചോദിച്ചേ. ആ ശരത്താ കൊണ്ടുവന്നിരുന്നെങ്കിലോ ചാടി ഇറങ്ങി എല്ലാം കൂടെ വന്നേനല്ലോ. വേണ്ട, ആരും വരണ്ട. എന്റെ മോക്ക് ഞാൻ മാത്രം. ആ, ഞാനും. അച്ഛാ, ഗോഡൗൺ ശരിയാവാൻ 1-2 മാസം എടുക്കും. അതുവരെ ഈ സാധനങ്ങളൊക്കെ ഇവിടെ തന്നെ വെക്കേണ്ടി വരും. അച്ഛന് എതിർപ്പൊന്നും ഇല്ലല്ലോ അല്ലേ? ആ, എതിർപ്പോ? എനിക്ക് സന്തോഷമല്ലേ ഉള്ളു മോളെ. പണ്ടത്തെ കാലമൊന്നുമല്ല, ധാരാളം പെൺകുട്ടികൾ ഇപ്പൊ സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുന്നുണ്ട്. അതിൽ മോൾ ഉൾപ്പെട്ടതിൽ അച്ഛന് അഭിമാനമല്ലേ ഉള്ളൂ. ഈ സ്റ്റാർട്ടപ്പുകളുടെ ഒക്കെ കാലമാണ് അച്ഛാ ഇപ്പോ. അതിന്റെ ഗുണം എന്താണെന്ന് അറിയാവോ? നമ്മൾ ജോലിക്ക് പോയാൽ നമുക്ക് മാത്രമേ അതിന്റെ പ്രയോജനം ഉണ്ടാവൂ. പക്ഷെ സ്റ്റാർട്ടപ്പ് തുടങ്ങിയാലേ അതിന്റെ ഗുണം മിനിമം വേറൊരാൾ കൂടെ കിട്ടും. അതെങ്ങനെയാ മോളെ? അതച്ഛാ, നമ്മളൊരു സംരംഭം തുടങ്ങിയ ആരെങ്കിലുമൊക്കെ ജോലിക്ക് വെക്കുമല്ലോ. അപ്പോ ഒരാൾ കൂടി വരുമാനം കിട്ടുമല്ലേ? ഓ, അങ്ങനെ. അകത്തിരിക്കുന്ന നമ്മുടെ പരദൂഷണ സ്ത്രീകളായ അമ്മമാർക്ക് ഇതൊന്നും ഇഷ്ടമായിട്ടില്ല. അല്ലെങ്കിലും നല്ലൊന്നും നായക്ക് ചേരത്തില്ലെന്നല്ലേ. എന്റെ മോളെ ഒന്ന് ശ്രദ്ധിക്കാൻ പോകണ്ട. ആ, ഒട്ടും തളരാതെ വേണം മോൾ ഈ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ. പലരും പലതും പറയും. കൂടുതലും നിരുത്സാഹപ്പെടുത്താനേ നോക്കത്തുള്ളൂ. അതൊന്നും കാര്യമാക്കണ്ട. എതിർപ്പുകളെ പൂച്ചെണ്ടുകളായിട്ട് കാണും, വിമർശനങ്ങളെ മെഡലുകളായിട്ടും കാണും. അവസാനം മോള് ജയിക്കുന്നുണ്ടോ ഇല്ലയോ, അത് മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ള ചോദ്യം. ജയിച്ചാൽ എല്ലാവരും കൂടെ നിൽക്കും, ഇല്ലെങ്കിൽ നമ്മളെ ചവിട്ടി തേച്ച് കളയും. ഒരു പെൺകുട്ടി തോക്കുമ്പോൾ ഒരുപാട് പെൺകുട്ടികളാണ് തോക്കുന്നതെന്ന് മോൾ ഓർക്കണം. മോള് വിജയിച്ച കഷ്ടപ്പെടുന്ന അനേകം പെൺകുട്ടികൾക്ക് ഇതൊരു പ്രേരണയായിരിക്കും, പ്രചോദനവുമായിരിക്കും. അച്ഛൻ്റെ എല്ലാ അനുഗ്രഹവും എൻ്റെ മോക്കുണ്ട്. മോക്ക് നല്ലതേ വരും. അച്ഛൻ തരുന്ന ഈ പിന്തുണയാ എന്റെ ശക്തി. ഇന്ന് പിന്നെ സമയം കളയാതെ നമുക്ക് അൺലോഡിങ് തുടങ്ങിയാലോ? തുടങ്ങാം. ഇല്ലെങ്കിൽ നോക്കൂലി കൊടുക്കേണ്ടി വരും. ആഹാ, ഇത് കുറെ ഉണ്ടല്ലോ മോളെ. ഇങ്ങതാ അച്ഛാ, ഞാൻ കൊണ്ടുപോവാം. പിടിച്ചോ. ആ, സാധനങ്ങളൊക്കെ ഭദ്രമായിട്ട് കൊണ്ടുവന്ന് വെച്ചോ. സൂക്ഷിക്കണം, പെട്ടെന്നൊരു തീപിടുത്തം ഉണ്ടായ പെട്ടെന്ന് കത്തിപ്പോകുന്ന സാധനമാണ് ഡ്രസ്സ്. തീപിടുത്തം ഉണ്ടാക്കാനാണോ പ്ലാൻ? വേണമെങ്കിൽ എനിക്കത് ചെയ്യാം. അതോടെ നിന്റെ ബിസിനസ് അവിടെ കൊണ്ട് തീരും. തൽക്കാലത്തേക്ക് ഞാനത് ചെയ്യുന്നില്ല. അത്ര ചീപ്പല്ല ശരത്ത്. നീ ചീപ്പല്ലെന്നോ? ആ, ശരിയാ, നീ ചീപ്പൊന്നുമല്ല. അതിനേക്കാളും കൂടി എന്തോ ഒരിനവാ. നിന്റെ ബിസിനസ് പച്ച പിടിച്ച അതിന്റെ ഗുണം എനിക്ക് തന്നെയാണല്ലോ. ഭാര്യ എന്ത് ചെയ്യുന്നു എന്ന് ആരെങ്കിലും ചോദിച്ചാൽ തലയുയർത്തി പിടിച്ച് എനിക്ക് പറയാമല്ലോ, തുണി കച്ചവടമാണെന്ന്. ആ, നിന്നെ കിട്ടിയാൽ എന്റെ അവസ്ഥ ഇപ്പൊ കഷ്ടം. ഭർത്താവ് എന്ത് ചെയ്യുന്നു ആരെങ്കിലും ചോദിച്ചാലേ ഞാൻ എന്തുത്തരം പറയും? ആളുകളെ പറ്റിച്ച് ജീവിക്കാന്നോ? നിന്നെ കെട്ടുന്നതോടുകൂടി ഞാനൊരു പുതിയ മനുഷ്യനാവില്ല മോളെ. പഴയ ശരത്തിന്റെ പൊടി പോലും പിന്നെ കാണാനുണ്ടാവില്ല മോളെ. നീ ഇഷ്ടപ്പെടുന്ന, നീ ആഗ്രഹിക്കുന്ന ഒരാളായിരിക്കും പിന്നെ. ഇത്രയും നല്ലൊരാളെ എനിക്ക് വേണ്ടെങ്കിലോ? നിന്റെ ഉദ്ദേശം നടക്കില്ല. ആ കല്യാണം നടക്കില്ല. ആ കല്യാണമേ നടക്കൂ. നീ കൊല്ലാൻ പോലും മടിയില്ലാത്തവനാ ഞാൻ. ആ എന്നെ മറികടന്ന് നിനക്ക് അവനെ കെട്ടാൻ പറ്റുമോ? അതാണല്ലോ എന്റെ വെല്ലുവിളി. ഞാനെന്നാ ശ്രമിച്ചു നോക്കട്ടെ, ചിലപ്പോ നടന്നാലോ. കളിയാക്കണ്ട. നിന്റെ ഈ ആത്മവിശ്വാസമൊക്കെ കുറച്ചു നാളത്തേക്ക് കാണും. വീൽ ചെയറിൽ നിന്ന് പ്ലാസ്റ്റർ വെട്ടി എഴുന്നേറ്റേ പലതും കണക്കൂട്ടി തന്നെ അത് ഞാൻ നടത്തും. നടത്തിക്കോ. നിനക്കിഷ്ടമുള്ളത് എന്താന്ന് വെച്ചാ നീ ചെയ്തോ.
പേടിച്ചോടാൻ ഞാൻ തയ്യാറൊന്നുമല്ല. പിന്നെ കൊണ്ടുവന്ന കൂട്ടത്തില് നല്ല ഒന്നാന്തരം കോടിമുണ്ട് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. എന്തിനാന്നറിയോ? നിന്നെ പുതപ്പിക്കാൻ. അല്ല, നിന്നെ തെക്കോടക്കായിട്ട് കിടത്തുമല്ലോ അധികം വൈകാതെ. അന്നത് ആവശ്യം വന്നോളൂ. പിന്നെ നിന്റെ ഭീഷണിയൊക്കെ നിന്റെ കയ്യിൽ വെച്ചാ മതി. ദേവിക ആരാണെന്ന് നീ ഇനിയും അറിയാനിരിക്കുന്നതേ ഉള്ളൂ.